അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ചവർ യഥാർത്ഥ കണക്കൊടുവിൽ പുറത്തുവിട്ട ആരോഗ്യവകുപ്പ്. ആകെ 17 പേരാണ് രോഗം ബാധിച്ചു മരിച്ചത്. ഈ മാസം 19 പേർക്ക് രോഗം സ്ഥിരീകരിച്ചു. അമീബിക് മസ്തിഷ്ക ജ്വരത്തിലെ അവ്യക്തമായ കണക്കുകളെക്കുറിച്ച് റിപ്പോർട്ടർ വാർത്ത വന്നതിന് പിന്നാലെയാണ് ആരോഗ്യവകുപ്പ് ഇപ്പോൾ യഥാർത്ഥ കണക്ക് പുറത്തുവിട്ടത്. ഗോകുൽനാഥ് വിവരങ്ങളുമായി. ഗോകുൽനാഥ്, എത്ര പേർക്ക് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ചു എന്നാണ് നേരത്തെ ആരോഗ്യവകുപ്പ് പറഞ്ഞിരുന്നത്? വലിയ കണക്കുകളുണ്ട്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരുന്ന പലരും മരിച്ച കണക്ക് കൂടിയുണ്ട്. ഇപ്പോൾ 17 കണക്ക് എന്നിപ്പോൾ ആരോഗ്യവകുപ്പ് പറയുകയാണോ? എന്താണ് ഇപ്പോൾ വന്നിരിക്കുന്ന പുതിയ വിശദീകരണം? സ്മൃതി, കഴിഞ്ഞ 10-ാം തീയതി വരെയുള്ള കണക്കാണ് ആരോഗ്യവകുപ്പിന്റെ PHSC എന്ന സൈറ്റിൽ മുൻപ് അപ്ലോഡ് ചെയ്തിരുന്നത്. ഈ സൈറ്റിലാണ് വ്യക്തമായ അവ്യക്തതകൾ തുടരുന്നതുണ്ടായിരുന്നത്. എന്തായാലും കഴിഞ്ഞ ഈ മാസം 10-ാം തീയതി വരെയുള്ള കണക്കുകൾ 2 എന്നുള്ള കണക്കായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. തുടർന്നാണ് റിപ്പോർട്ടർ അടക്കം വാർത്ത ചെയ്യുകയും തുടർന്ന് ഈ സൈറ്റിലുണ്ടായിരുന്ന ഡീറ്റെയിൽസ് മാറ്റിക്കൊടുക്കുകയുമാണ് ഇപ്പോൾ ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ്. എന്തായാലും ഇപ്പോൾ 17 എന്നുള്ള കണക്കിലാണ് ഏറ്റവും ഒടുക്കം ആരോഗ്യവകുപ്പ് പുറത്തുവിടുന്ന ഒരു കണക്ക്. 1971 മുതൽ ഈ മസ്തിഷ്ക ഇത്തരത്തിൽ മരണ സ്ഥിരീകരണങ്ങളും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട്. അമീബിക് മസ്തിഷ്ക ജ്വരങ്ങൾ അന്ന് മുതൽ ഇങ്ങോട്ട് സ്ഥിരീകരിക്കുകയും ചെയ്തു. രാജ്യത്ത് 97% ഈ മരണനിരക്ക് അമീബിക് മസ്തിഷ്ക ജ്വരം മൂലം രാജ്യാന്തര തലത്തിലുള്ളത്. അതേസമയത്ത് തന്നെ കേരളത്തിൽ ഇത് 48 എന്നുള്ള തരത്തിലേക്ക് തന്നെ പിടിച്ചു നിർത്താനായി എന്നുള്ളതാണ് ആരോഗ്യവകുപ്പ് ഇപ്പോൾ പറയുന്നത്. പക്ഷേ അപ്പോഴും ഈ കണക്കിലെ അവ്യക്തത എന്തുകൊണ്ട് തുടർന്നു, പിന്നീട് എന്തുകൊണ്ട് ഇതിൽ മാറ്റം വരുത്തി തുടങ്ങിയ കാര്യങ്ങൾ കൂടി ചോദ്യചിഹ്നമായി ഉയരുന്നുണ്ട്. മുൻപ് ഈ പനിക്കണക്കിലടക്കം PHSC സൈറ്റിൽ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ നൽകിയിരുന്നില്ല. പിന്നീട് മാധ്യമ വാർത്തയ്ക്ക് പിന്നാലെയാണ് ആരോഗ്യവകുപ്പ് ഈ കണക്കുകളൊക്കെ കൃത്യമായി പുറത്തുവിടുകയും ചെയ്തത്. അമീബിക് മസ്തിഷ്ക ജ്വരത്തിന്റെ എണ്ണത്തിൽ ഗണ്യമായ കൂടുതലാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. പലപ്പോഴും ഈ പൊതുവിടത്തിൽ അല്ലെങ്കിൽ പൊതുവായി നിന്ന് കുളിക്കുക തുടങ്ങിയ കുളങ്ങളൊക്കെ ഉപയോഗിക്കുക തുടങ്ങിയ ശീലങ്ങൾ ഉള്ളവർക്കാണ് ഇപ്പോൾ സ്ഥിരീകരിക്കുക തുടങ്ങിയ കാര്യങ്ങളിൽ നിന്നൊക്കെ മാറി വീട്ടിലെ കിണറ്റിലും അതേപോലെ തന്നെ വീടിനോട് ചേർന്നുള്ള പ്രദേശങ്ങളിലെ കുളിമുറിയിൽ കുളിക്കുന്നവർക്കുമൊക്കെ ഇത്തരത്തിൽ രോഗം സ്ഥിരീകരിക്കുന്ന സാധ്യതകളും സാഹചര്യങ്ങളും ഒക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഇതിലൊക്കെ കൂടുതൽ പഠനങ്ങൾ നടക്കണമെന്നുള്ളതാണ് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്. എന്തായാലും ഈ കണക്കുകളിൽ ഗണ്യമായ കൂടുതലാണ് ഇപ്പോൾ ആരോഗ്യവകുപ്പ് തന്നെ പങ്കുവയ്ക്കുന്ന കണക്കുകളിൽ ഉള്ളതെന്നുള്ളതാണ്. ഈ മാസം ഇന്ന് വരെ 19 പേർക്കാണ് അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിക്കുകയും ചെയ്തത്. അതേ സമയത്ത് ഈ വർഷം ഇതുവരെ 66 പേർക്ക് രോഗം സ്ഥിരീകരിച്ചെന്നുള്ളതാണ്. തിരുവനന്തപുരത്തും കോഴിക്കോടുമാണ് ഇതിൽ ഏറ്റവും കൂടുതൽ കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ളത്. തിരുവനന്തപുരത്ത് നെയ്യാറ്റിൻകര ഭാഗത്ത് പലപ്പോഴായി പൊതുകുളങ്ങളടക്കം നവീകരിക്കുകയും ശുചീകരിക്കുകയും ഒക്കെ ആരോഗ്യവകുപ്പ് തന്നെ ചെയ്തിരുന്നു. പക്ഷേ ഇതിൽ നിന്നൊക്കെ മാറ്റങ്ങൾ ഇല്ല എന്നുള്ളതാണ് ഇപ്പോൾ നിലവിലെ കണ്ടെത്തൽ. കാരണം വീട്ടിലെ കുളിമുറിയിൽ കുളിക്കുന്നവർക്ക് പോലും രോഗങ്ങൾ വരുന്നു. ഇതൊരു ജലജന്യ രോഗമാണോ തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ ഇനിയും പഠനം നടക്കേണ്ടതായിട്ടുണ്ട്. ഏതായാലും ആരോഗ്യവകുപ്പിന്റെ കണക്കുകൾ പൂർണ്ണമായും തെറ്റാണെന്നുള്ള മാധ്യമ വാർത്തകൾക്ക് പിന്നാലെയാണ് ആരോഗ്യവകുപ്പ് സൈറ്റിൽ നിന്ന് വിവരങ്ങൾ മാറ്റുകയും തുടർന്ന് പുതിയ വിവരങ്ങൾ അപ്ലോഡ് ചെയ്തിരിക്കുകയും ചെയ്തു. 2 പേർക്കാണ് രോഗം ബാധിച്ചത് എന്നുള്ള കണക്കുകൾ ആരോഗ്യവകുപ്പ് പറഞ്ഞെടുത്താണ് അത് 17 എന്ന് മാറ്റി പറയേണ്ടി വന്നിരിക്കുന്നത് എന്നുള്ളതാണ്. റിപ്പോർട്ട് വാർത്തയ്ക്ക് പിന്നാലെയാണ് യഥാർത്ഥ കണക്കുമായി ആരോഗ്യവകുപ്പ് മുന്നോട്ട് വരാൻ തയ്യാറായത്.